റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ എല്ലാ ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നു, പ്രത്യേകിച്ച് അമേരിക്ക. അമേരിക്കയുടെ ഏറ്റവും വലിയ എതിരാളിയും ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യവുമാണ് റഷ്യ. റഷ്യയും ഇന്ത്യയും അടുക്കുമ്പോൾ ഏറ്റവും അധികം ദോഷം ചെയ്യുന്നതും അമേരിക്കയ്ക്കാണ്. അത് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. എന്നാൽ റഷ്യയും ഇന്ത്യയും അടുക്കുവാനുള്ള സാഹചര്യമാണ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായതിനു ശേഷം സംഭവിച്ചത്. നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിജിയുമായി പുടിന് നല്ല ബന്ധമാണ് ഉള്ളത്. ഈ ബന്ധമാണ് അമേരിക്കയുടെ തലവേദന. ഡൽഹിയിൽ വെച്ചാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയുമായുള്ള പുതിയ കരാറുകൾ അവതരിപ്പിച്ചത്. സ്റ്റീൽ, റെയിൽവേ, ലേബർ, മൊബിലിറ്റി, കൽക്കരി, എണ്ണ, പെട്രോ കെമിക്കൽസ്, ഡിഫൻസ്, പ്രകൃതിവാതകം, ന്യൂക്ലിയർ പ്രൊജക്ട്സ് എന്നിവയാണ് ഇതിൽ പ്രധാനം. കൂടാതെ ഇന്ത്യ റഷ്യ 100 ബില്യൺ ബൈലേറ്ററൽ ട്രേഡാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. അത് 2030 മുൻപോടെ നടപ്പിലാക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡീലുകൾ അമേരിക്കയെ അസ്വസ്ഥമാക്കുമെന്നതിൽ സംശയമില്ല. ഇനി റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം നടപ്പിലാക്കാനാണ് സാധ്യത. എങ്കിലും നമ്മുടെ വിശ്വഗുരുവായ മോദിജി റഷ്യയുമായുള്ള ബന്ധം അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഭയക്കാതെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് ഉറപ്പാണ്. ജയ് ഹിന്ദ്.